കൃപാസനം പത്രം ജൂൺ 2025 പാർട്ട് 2. ശ്രീ ആർ വിജയകുമാറിൻ്റെ സന്ദേശം. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നതുപോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. വിശ്വാസം എന്നത് ദൈവസാന്നിധ്യത്തിലേക്ക് എത്താനുള്ള ഒരു പാലമാണ്. ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയോട് പറഞ്ഞത് തന്നെയാണ് സക്കറിയായോടും പറഞ്ഞത്. എലിസബത്ത് 6 മാസം ഗർഭിണിയാണെന്ന് പറഞ്ഞു. പക്ഷെ സക്കറിയ നോക്കിയത് ഇതെങ്ങനെ സാധിക്കും? അവൾക്ക് വയസ്സായി, പിന്നെ എല്ലാ ബലഹീനതയുമുണ്ട്. സക്കറിയ വചനത്തെ അല്ല ആശ്രയിച്ചത്. നമ്മളിൽ പലർക്കും പ്രാർത്ഥിക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം ഇതാണ്. നമ്മുടെ അവസ്ഥയെ നോക്കും. ഉടമ്പടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കുടുംബ ബന്ധമായിട്ട് മാറുകയാണ്. ഈ 3 കാര്യങ്ങളില്ലെങ്കിൽ അഹങ്കാരം നമ്മളിൽ ഉണ്ടാകും, ഈഗോ ഉണ്ടാകും. അതെല്ലാം ഒരു കറയാണ്. അത് കളയാൻ വേണ്ടിയിട്ടാണ് ഈ വർക്ക്ഷോപ്പ് ദൈവം നമുക്ക് തരുന്നത്. മത്തായി 5:48. അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഇതിന് പരിഹാരം നമ്മൾ ചെയ്യണം. അതിന് 3 കാര്യങ്ങളാണുള്ളത്. 1, എളിമപ്പെടണം. 2, ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കണം. 3-ാമത്തേത് അനുതപിക്കണം. ഞാൻ പാപിയാണെന്നുള്ള ബോധ്യം തന്നെയാണ് അനുതാപം. എൻ്റെ പാപം കഴുകപ്പെടണം എന്നുള്ള ആഗ്രഹം വേണം. ജെറമിയ 2:22. എത്രയേറെ താളിയും കാരവും തേച്ച് കുളിച്ചാലും നിന്റെ പാപക്കറ എൻ്റെ മുൻപിൽ ഉണ്ടായിരിക്കുമെന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. 2-ാമത്, എളിമപ്പെടുമ്പോൾ ഹൃദയത്തിൽ വേദനയും അപമാനവും ഉണ്ടാകും. ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ നമ്മൾ പ്രതികരിച്ചു കഴിയുമ്പോഴേക്കും വേദനയുണ്ടാകില്ല. 3-ാമത്തെ കാര്യം, ദൈവത്തിൽ ആശ്രയിക്കുക. അരമണിക്കൂർ വചനം വായിക്കുമ്പോൾ അതിൽ കിട്ടുന്ന വചനം നിങ്ങൾ അനുസരിക്കാൻ നോക്കുക. എളിമപ്പെട്ടാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് കടബാധ്യത മൂലം വീടും സ്ഥലവും ജപ്തിയായി. വാടക വീട്ടിൽ പോയിട്ട് 6 മാസത്തോളം വാടക കൊടുക്കാൻ സാധിക്കാതെയും ഭക്ഷണമില്ലാതെയും വിഷമിച്ചു. അന്നും ഞാൻ പരിശുദ്ധ അമ്മയെ കാണാൻ ഫോർട്ട് കൊച്ചിയിൽ അമ്മയുടെ ഗ്രോട്ടോ ഇരിക്കുന്നിടത്ത് നടന്നു പോകുമായിരുന്നു. പിന്നെ മറുവാക്കാട് പോകുമായിരുന്നു. അവിടെ നിന്നാണ് അമ്മ എന്നെ കൃപാസനത്തിലോട്ട് കൊണ്ടുവന്നത്. ഇന്ന് എനിക്ക് കൊച്ചിയിലെ ഏറ്റവും വലിയ വീട് തന്നെ സ്വന്തമാക്കി തന്നു. അപ്പോൾ നിന്റെ കറ കളയാൻ വേണ്ടിയാണ് ഈ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്നത്. അതിനെ പിറുപിറുത്ത് കരഞ്ഞ് ചീത്ത വിളിച്ച് ഞാൻ തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ അവർ തലയിൽ കയറി ഇരിക്കുമെന്ന് പറയും. എനിക്കെൻ്റെ ഭർത്താവിനെ ശരിയാക്കിയെടുക്കാമെന്ന് തോന്നും, മക്കളെ ശരിയാക്കിയെടുക്കാമെന്ന് തോന്നും, എൻ്റെ കടബാധ്യത ഞാൻ വിചാരിച്ചാൽ മാറ്റാമെന്ന് തോന്നും. അങ്ങനെ എവിടെയോ ഒരു അഹങ്കാരം കിടപ്പുണ്ട്. ആ കറ മാറണം. ദൈവം അത് എടുത്തു മാറ്റും. അതിന് നീ എളിമപ്പെടണം, ദൈവത്തെ ആശ്രയിക്കണം, അനുതപിക്കണം. ലൂക്ക 17:9-10.